കൃഷ്ണ ഗുരുവരപ്പ. നമുക്കിന്ന് സമന്ത പഞ്ചക തീർത്ഥത്തിൻ്റെയും രാജസൂയത്തിൻ്റെയും കഥ കേൾക്കാം. പരശുരാമനാണ് സമന്ത പഞ്ചക തീർത്ഥം നിർമ്മിച്ചത്. പണ്ട് 21 പ്രാവശ്യം ക്ഷത്രിയരെ ആക്രമിച്ചതിൻ്റെ പാപം കഴുകിക്കളയാനായിട്ടാണ് പരശുരാമൻ സമന്ത പഞ്ചക തീർത്ഥം പണി കഴിപ്പിച്ചത്. സമന്ത പഞ്ചക തീർത്ഥം എന്ന 5 തീർത്ഥങ്ങളിലാണ് അക്കാലത്ത് സൂര്യഗ്രഹണ സ്നാനം നടത്തിയിരുന്നത്. ഗ്രഹണകാലത്ത് പുണ്യതീർത്ഥങ്ങളിൽ കുളിച്ച് വ്രതമനുഷ്ഠിച്ച് ഈശ്വരോപാസന നടത്തുക പതിവായിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ മാഘമാസത്തിൽ ഒരു സൂര്യഗ്രഹണം സംഭവിച്ചു. ആ സൂര്യഗ്രഹണത്തിന് പുണ്യതീർത്ഥ സ്നാനം നടത്തുന്നതിലേക്കായി ദ്വാരകയിൽ നിന്ന് കൃഷ്ണനും കൂട്ടരും സമന്ത പഞ്ചക തീർത്ഥത്തിൽ എത്തിച്ചേർന്നു. കൃഷ്ണനോടൊപ്പം ബലരാമനും അച്ഛനമ്മമാരും കൃഷ്ണന്റെ എല്ലാ ഭാര്യമാരും തീർത്ഥാടനത്തിന് എത്തിയിരുന്നു. ഉഗ്രസേന മഹാരാജാവ് പോലും വാർദ്ധക്യം വകവയ്ക്കാതെ തീർത്ഥത്തിൽ പുണ്യസ്നാനത്തിനെത്തി. കുതിരവണ്ടികളിലും രഥങ്ങളിലും ആനപ്പുറത്തുമൊക്കെ വലിയൊരു ഘോഷയാത്രയായിട്ടാണ് അവർ ദ്വാരകയിൽ നിന്ന് എത്തിയത്. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും സമന്തപഞ്ചകത്തിലേക്ക് തീർത്ഥാടകരെത്തി. ഹസ്തിനപുരിയിൽ നിന്ന് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും മക്കളും പേരക്കിടാക്കളും എത്തിയിട്ടുണ്ട്. ഇവരെ കൂടാതെ ഭീഷ്മർ, ദ്രോണർ, വിതുരർ തുടങ്ങിയവരും എത്തിയിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് കുന്തിയും മക്കളും പേരക്കിടാക്കളും മറ്റു ചില അടുത്ത ബന്ധുക്കളും എത്തിയിരുന്നു. അതുപോലെ വൃന്ദാവനവാസികളോടൊപ്പം നന്ദഗോപനും യശോദയും എത്തിച്ചേർന്നിരുന്നു. ഇങ്ങനെ സമന്ത പഞ്ചക തീർത്ഥഘട്ടം ദ്വാരകയുടെയും ഹസ്തിനപുരിയുടെയും ഇന്ദ്രപ്രസ്ഥത്തിൻ്റെയും വൃന്ദാവനത്തിൻ്റെയും സംഗമവേദിയായി മാറി. ഓരോ ദിക്കിൽ നിന്നെത്തിയവർ പ്രത്യേക സ്നാനഘട്ടങ്ങൾ കേന്ദ്രീകരിച്ച് കുളി കഴിഞ്ഞ് ഗ്രഹണകാല പൂജകളിൽ ഏർപ്പെട്ടു. എന്നിട്ട് അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണ സാധുക്കൾക്കായി അവർ ദാനധർമ്മങ്ങൾ നടത്തി. അനുഷ്ഠിക്കേണ്ട പൂജാവിധികളും മറ്റു ചടങ്ങുകളും യഥാവിധി നടത്തിയ ശേഷം അവർ സുഹൃത്തുക്കളെയും ബന്ധുജനങ്ങളെയും കണ്ട് കുശലങ്ങളിൽ മുഴുകി. കൃഷ്ണനും ബലരാമനും യശോദയെ കണ്ട മാത്രയിൽ തന്നെ അമ്മയെ എന്ന് വിളിച്ച് ഓടിയെത്തി. തൻ്റെ ഓമന മക്കളെ കണ്ടപ്പോഴുണ്ടായ ആനന്ദത്താൽ യശോദയുടെ കണ്ണുകൾ നിറഞ്ഞു. നന്ദഗോപൻ കൃഷ്ണനെ കണ്ട സന്തോഷത്താൽ എല്ലാം മറന്നു. വൃന്ദാവനവാസികളും കൃഷ്ണനെ പൊതിഞ്ഞു. പഴയ സുഹൃത്തുക്കൾ പലർക്കും വയസ്സായിരുന്നു. അവരുടെ മക്കളും പേരക്കിടാക്കളുമൊക്കെ കൃഷ്ണനെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അവരെ കൃഷ്ണന് നല്ലപോലെ അറിയാം. ഇതുവരെയും തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും വൃന്ദാവനത്തിലെ പുതിയ തലമുറയ്ക്ക് കൃഷ്ണനെ സുപരിചിതനെന്ന പോലെ അനുഭവപ്പെട്ടു. കൃഷ്ണൻ അവരോടെല്ലാം ചിരകാല സുഹൃത്തുക്കളോടെന്നവണ്ണം പെരുമാറി. യശോദയുടെ ദുഃഖവും പരിഭവവും കൃഷ്ണനെ ദുഃഖിതനാക്കിയതുപോലെ തോന്നി. യശോദ കൃഷ്ണനെ മാറോടണച്ച് കണ്ണുനിരൊഴിപ്പിച്ച് പറഞ്ഞു, മകനെ കൃഷ്ണ, നീ എത്ര ചെറുതായിരുന്നപ്പോഴാണ് ഞങ്ങളെ വിട്ടു പോയത്. അന്ന് പോകുമ്പോൾ നീ ഈ അമ്മയ്ക്ക് നൽകിയ ഉറപ്പെന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് നീ എത്ര വലുതായിരിക്കുന്നു. നീ വിവാഹം ചെയ്തു, ശേഷം നീ അച്ഛനായി, അപ്പൂപ്പനായി. എന്നിട്ടെങ്കിലും നിനക്ക് ഈ അമ്മയെയും അച്ഛനെയും ഒന്ന് കാണാൻ തോന്നിയോ? ഓരോരുത്തരിൽ നിന്ന് നിന്നെക്കുറിച്ചുള്ള ഓരോ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ നിന്നെ കാണാൻ എത്രമാത്രം കൊതിച്ചെന്നോ. പക്ഷേ നീ ഞങ്ങളെയൊക്കെ മറന്നു കഴിയുകയായിരുന്നു. അതല്ലെങ്കിൽ ഒരു നാളെങ്കിലും നീ വൃന്ദാവനത്തിൽ വരുമായിരുന്നു. കൃഷ്ണൻ അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മയെ ഞാൻ അങ്ങനെയാണ് മറക്കുക. ഞാൻ അമ്മിഞ്ഞപ്പാൽ കുടിച്ചത് അമ്മയിൽ നിന്നല്ലേ. ആ അമ്മയെ ഏതെങ്കിലും മക്കൾക്ക് മറക്കാനാവുമോ? അമ്മ പറയൂ, മറക്കാനാവുമോ? ഇല്ലമ്മേ, ഒരിക്കലും ഈ മകൻ അമ്മയെ മറന്നിട്ടില്ല. വൃന്ദാവനത്തിൽ വരുന്നതിനേക്കാൾ പ്രധാനമായി ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങോട്ട് വരാതിരുന്നത്. അല്ലാതെ അമ്മയെയും അച്ഛനെയും മറന്നത് കൊണ്ടൊന്നുമല്ല. കൃഷ്ണന്റെ സങ്കടം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ നന്ദഗോപൻ കൃഷ്ണനെ സാന്ത്വനപ്പെടുത്തി. മകനെ കൃഷ്ണ, നീ വിഷമിക്കേണ്ട. യശോദ എപ്പോഴും അങ്ങനെയാ. നിന്റെ ധൃതി പിടിച്ച ജീവിതത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം. അതിനിടെ ഒന്നിനും സമയം കിട്ടില്ലെന്നും അറിയാം. നിന്നെ കാണാത്തത് കൊണ്ടുള്ള പരിഭവത്തിലാണ് അവൾ അതുമിതും പറഞ്ഞത്. നീ അത് വലിയ കാര്യമാക്കണ്ട. കൃഷ്ണൻ യശോദയെയും നന്ദഗോപനെയും സന്തോഷിപ്പിക്കാനായി കൂടുതൽ സമയം അവരുമായി വർത്തമാനം പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് കൃഷ്ണനെക്കുറിച്ച് ഒരു 100,000 കാര്യങ്ങൾ അറിയണമായിരുന്നു. പ്രത്യേകിച്ചും കൃഷ്ണന്റെ ഭാര്യമാരെക്കുറിച്ചും മക്കളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അറിയാനായിരുന്നു അവർക്ക് താല്പര്യം. കൃഷ്ണൻ അവർക്ക് എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. കൃഷ്ണൻ സകലരെയും അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നെത്തിയ കുന്തിയും മക്കളും കൃഷ്ണനെ കണ്ട് സന്തോഷിച്ചു.
പ്രത്യേകിച്ചും അർജുനന് കൃഷ്ണനെ കണ്ടപ്പോഴുണ്ടായ ആനന്ദം പറയാൻ വയ്യ. അർജുനൻ കൃഷ്ണനെ ഗാഢമായി ആലിംഗനം ചെയ്തു. സന്തോഷം സഹിക്കവയ്യാതെ കൃഷ്ണന്റെ കവിൾത്തടത്തിലും നെറുകയിലുമൊക്കെ അർജുനൻ തലോടിക്കൊണ്ടിരുന്നു. കുശലപ്രശ്നങ്ങളിൽ ഏർപ്പെട്ട കൃഷ്ണനും കുന്തിയും പാണ്ഡുപുത്രരും നേരം പോയത് അറിഞ്ഞില്ല. ഗുരുനാഥന്മാരായ ഭീഷ്മരെയും ദ്രോണരെയും കണ്ട മാത്രയിൽ തന്നെ കൃഷ്ണൻ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അവർ കൃഷ്ണന്റെ ശിരസിൽ തലോടി അനുഗ്രഹിച്ചു. അതുപോലെ വിതുരരും ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും കൃഷ്ണൻ ആദരവോടെയാണ് സമീപിച്ചത്. കൃഷ്ണന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും നിറഞ്ഞു നിന്ന വിനയം ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും സന്തോഷിപ്പിച്ചു. എങ്കിലും ആൾക്കാർ കൃഷ്ണനോട് കാട്ടുന്ന അമിത ആദരവും സ്നേഹവും അവരിൽ അസൂയ ഉളവാക്കാതിരുന്നില്ല. എല്ലാം കൊണ്ടും സമന്ത പഞ്ചകസ്നാന തീർത്ഥയാത്ര എല്ലാവർക്കും പുതിയൊരു അനുഭവമായി. വർഷങ്ങളായി കാണാതിരുന്ന ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും തമ്മിൽ കാണാനും സൗഹൃദം പങ്കുവയ്ക്കാനുമുള്ള ഒരു സന്ദർഭമായിരുന്നു അത്. ആർക്കും ഒരിക്കലും മറക്കാനാവാത്ത ഒന്നായിരുന്നു ആ തീർത്ഥയാത്ര, പ്രത്യേകിച്ചും കൃഷ്ണന്റെയും ബലരാമന്റെയും സാന്നിധ്യം കൊണ്ട്. സമന്തപഞ്ചക സ്നാനഘട്ടത്തിൽ അവർക്ക് 2-3 മാസം താമസിക്കേണ്ടി വന്നു. അതായത് ദേവകിയും വസുദേവനും കംസന്റെ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ പല പല വഴിപാടുകളും നേർന്നിരുന്നു. മക്കൾക്ക് വേണ്ടി ചെയ്യാമെന്നേറ്റിരുന്ന ആ നേർച്ചകൾ ഇതുവരെയും ചെയ്തിട്ടില്ലായിരുന്നു. വഴിപാടുകൾ നേർന്നിട്ട് യഥാസമയം ചെയ്യാതിരുന്നാൽ ദോഷം വരുമെന്ന് അവർക്കറിയാം. ഇതേക്കുറിച്ച് വസുദേവനും ദേവകിയും കൃഷ്ണനോട് സംസാരിച്ചു. അത് കേട്ടിട്ട് കൃഷ്ണൻ അച്ഛനമ്മമാരോട് പറഞ്ഞു, അത് സാരമില്ലമ്മേ, നമുക്ക് വലിയൊരു യാഗം തന്നെ നടത്താം. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ അതാകാം. ധാരാളം ബ്രാഹ്മണ പുരോഹിതരും ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവരെ കൊണ്ട് നമുക്ക് വേണ്ടത് ചെയ്യിക്കാം. എന്താ അച്ഛാ, അച്ഛൻ എന്തു പറയുന്നു? മകന്റെ അഭിപ്രായത്തോട് അച്ഛന് എങ്ങനെയാണ് എതിരുണ്ടാവുക? കൃഷ്ണൻ ഒരു കാര്യം ചെയ്താലോ പറഞ്ഞാലോ അതിന് പിന്നിൽ എന്തെങ്കിലും നന്മ ഉണ്ടാവുമെന്ന് അവർക്കറിയാം. വസുദേവനും ദേവകിക്കും കൃഷ്ണന്റെ അഭിപ്രായം കേട്ട് സന്തോഷമായി. യാഗവാർത്ത കേട്ടപ്പോൾ വൃന്ദാവനത്തിൽ നിന്നെത്തിയ നന്ദഗോപനും യശോദയും ഗോപികമാരും അതിൽ പങ്കെടുത്ത ശേഷമേ മടങ്ങുന്നുള്ളൂവെന്ന് തീരുമാനിച്ചു. യാഗത്തിൽ പങ്കെടുക്കുന്നതിനോടൊക്കാൾ അവർക്ക് താല്പര്യം അത്രയും നാൾ കൃഷ്ണനോടൊപ്പം കഴിയുന്നതിലായിരുന്നു. യാഗത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടന്നു. പ്രമുഖരായ ഒട്ടേറെ പുരോഹിതർ സന്നിഹിതരായിരുന്നു. യാഗം വിധിയാവണ്ണം സാഘോഷം നടന്നു. എല്ലാവർക്കും വലിയ സന്തോഷമായി, പ്രത്യേകിച്ചും വസുദേവനും ദേവകിക്കും. എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഇപ്പോൾ ചെയ്യാനായത്. എല്ലാറ്റിനും ഒരു കാലമുണ്ട്, അപ്പോഴേ ശരിയാവൂ. അവർ ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. യാഗശേഷം പുരോഹിതർക്കും ബ്രാഹ്മണ സാധുക്കൾക്കും യഥേഷ്ടം ദാനധർമ്മങ്ങൾ നടത്തി. എല്ലാറ്റിനും കൃഷ്ണന്റെയും ബലരാമന്റെയും സാന്നിധ്യവും മേൽനോട്ടവും ഉണ്ടായിരുന്നു. അതുകാരണം എല്ലാം ഭംഗിയായി നടന്നു. അതിനിടെ പണ്ട് കൃഷ്ണൻ ഗുരുദക്ഷിണയായി ഗുരുവിന്റെ മരിച്ചുപോയ മകനെ കൊണ്ടുകൊടുത്ത കഥ ആരോ ദേവകിയോട് പറഞ്ഞിരുന്നു. അത് കേട്ട് ദേവകി ആശ്ചര്യപ്പെട്ടു. മരിച്ച കുട്ടിയെ ജീവനോടെ തിരിച്ചു നൽകിയെന്നോ? അതും എൻ്റെ ഈ മോൻ കൃഷ്ണനോ? വസുദേവനോടും ദേവകി ഇക്കാര്യം പറഞ്ഞു. വസുദേവൻ മുൻപേ തന്നെ ഇതെല്ലാം അറിഞ്ഞിരുന്നു. ദേവകിയോട് പറയാൻ അവസരം ലഭിച്ചില്ലെന്നേ ഉള്ളൂ. മകന്റെ ശക്തിവിശേഷത്തെക്കുറിച്ച് ഇത്തരം കഥകൾ കേട്ടപ്പോൾ ദേവകിക്കൊരാഗ്രഹം. താൻ പ്രസവിച്ച 6 മക്കളെ കംസൻ ഉടനെ കൊല്ലുകയാണുണ്ടായത്. അവരെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ. കംസൻ കൊന്നെന്നറിഞ്ഞ മക്കളെ കാണണമെന്നുള്ള ആഗ്രഹം അത്യാഗ്രഹമാണ്, അനാവശ്യവുമാണ്. എങ്കിലും മരിച്ച മകനെ ഗുരുവിനു വേണ്ടി അന്വേഷിച്ച് കണ്ടെത്തിയ കൃഷ്ണനെ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മരിച്ചുപോയ മക്കളെ കണ്ടെത്താനാവാതിരിക്കുമോ? ഒടുവിൽ അമ്മ തൻ്റെ ആഗ്രഹം മകനോട് വെളിപ്പെടുത്തി. അമ്മയുടെ ആഗ്രഹം കേട്ട് മകൻ അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, അമ്മ ഇതുവരെ എന്നോട് ഒരു ആഗ്രഹവും പറഞ്ഞിട്ടില്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇതാദ്യമായാണ് അമ്മ എന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത്. ആ നിലയ്ക്ക് അമ്മയുടെ ഈ ആഗ്രഹം സാധിക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ. അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ മതിയാവൂ, കൃഷ്ണൻ നിശ്ചയിച്ചു. ആ മരിച്ച 6 പേരും എവിടെയാണ്? അമ്മയുടെ മക്കളാവുമ്പോൾ അവർ എൻ്റെ ജ്യേഷ്ഠന്മാരുമാണല്ലോ. കൃഷ്ണൻ ആലോചനയിലാണ്ടു. എവിടെയായിരിക്കും ആ 6 പേരും? ബ്രഹ്മപുത്രനായ മരീചിക്ക് പണ്ട് 7 ആൺകുട്ടികൾ ജനിച്ചു. മൂത്തപുത്രൻ കശ്യപൻ. ശേഷം 6 പേർ നീചരും അക്രമികളുമായിരുന്നു. അതുകാരണം അവരെ അസുരന്മാരായി തീരാൻ ബ്രഹ്മാവ് ശപിച്ചു. അവർ അസുരന്മാരായി ഹിരണ്യകശിപുവിൻ്റെ മക്കളായി ജനിച്ചു. പ്രഹ്ലാദന്റെ ജ്യേഷ്ഠന്മാരായിരുന്നു ഇവർ. ഏറെക്കാലം ഹിരണ്യകശിപുവിൻ്റെ മക്കളായി ജീവിച്ച ഈ അസുരന്മാർക്ക് ശാപമോക്ഷത്തിനുള്ള സമയമായി. ബ്രഹ്മാവ് അവർക്ക് ശാപമോക്ഷം നൽകി. അതിൻ്റെ ഫലമായി അവർ ദേവകിയുടെ മക്കളായി ജന്മമെടുത്തു.
അവരെയാണ് കംസൻ ഒന്നൊന്നായി കൊന്നത്. അവർ ഇപ്പോൾ എവിടെയാണ്? പെട്ടെന്ന് കൃഷ്ണന് മനസ്സിലായി, അസുര ചക്രവർത്തിയായ മഹാബലിയോടൊപ്പം പാതാളത്തിൽ കഴിയുകയാണ് അവരെന്ന്. പിന്നീട് ഒട്ടും താമസിച്ചില്ല, കൃഷ്ണൻ പാതാളത്തിലേക്ക് പുറപ്പെട്ടു. പാതാളത്തിലെത്തിയ കൃഷ്ണനെ അസുര ചക്രവർത്തി വലിയ ആദരവോടെയാണ് സ്വീകരിച്ചത്. പതിവില്ലാതെയുള്ള കൃഷ്ണന്റെ സന്ദർശനത്തിന് പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ടെന്ന് മഹാബലിക്ക് മനസ്സിലായി. കൃഷ്ണനെ യഥോചിതം സൽക്കരിച്ചതിന് ശേഷം മഹാബലി വിനയത്തോടെ ചോദിച്ചു, അല്ലയോ ദേവ, അങ്ങ് ഈ വഴിക്കൊന്നും അങ്ങനെ വരാത്തതാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണമെന്ത്? പറഞ്ഞാലും. കൃഷ്ണൻ പറഞ്ഞു, അങ്ങ് എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. അങ്ങേക്ക് ഞാൻ ഉപകാരം ചെയ്യുകയോ? മഹാബലി ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, ആർക്കും ആരെയും സഹായിക്കാനാവും. മറ്റുള്ളവരുടെ സഹായം കൂടാതെ ആർക്കും ജീവിതം പൂർണ്ണമാക്കാനും ആവില്ല. കൃഷ്ണൻ ബലിയോട് ഉപദേശ സ്വരത്തിൽ പറഞ്ഞു. ബലി ചോദിച്ചു, ദേവ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മഹാബലിയുടെ ചോദ്യം കേട്ട് കൃഷ്ണൻ പറഞ്ഞു, വസുദേവനെയും ദേവകിയെയും കംസൻ തുറങ്കിലടക്കുകയും അവരുടെ മക്കളെ ഒന്നൊന്നായി കൊല്ലുകയും ചെയ്ത വർത്തമാനമൊക്കെ അങ്ങേക്കറിയാമല്ലോ. അറിയാം, ബലി പറഞ്ഞു. കംസൻ കൊന്ന അവരുടെ 6 മക്കൾ, അതായത് എൻ്റെ ജ്യേഷ്ഠന്മാർ 6 പേരും ഇപ്പോൾ അങ്ങയുടെ കൂടെയാണല്ലോ. അവരെ എൻ്റെ കൂടെ പറഞ്ഞയച്ചാലും എൻ്റെ അമ്മയ്ക്ക് അവരെ കാണാൻ വലിയ ആഗ്രഹമായിരിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, ദേവ, അവർ 6 പേരും ഇവിടെയുണ്ട്. പക്ഷേ അങ്ങയുടെ ജ്യേഷ്ഠന്മാരാണ് അവർ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരെ അങ്ങ് കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവർക്കും അച്ഛനമ്മമാരെയും അനുജന്മാരെയും ബന്ധുക്കളെയും കാണാനാവുമല്ലോ. ബലി ചക്രവർത്തി 6 പേരെയും വിളിച്ച് കൃഷ്ണനെ പരിചയപ്പെടുത്തി. ജ്യേഷ്ഠന്മാർ തൻ്റെ അനുജനെ കണ്ട് അതിയായി സന്തോഷിച്ചു. അവർ അസുര ചക്രവർത്തിയോട് യാത്ര ചോദിച്ച് ഭൂമിയിലേക്ക് മടങ്ങി. ജ്യേഷ്ഠന്മാരെയും കൂട്ടി കൃഷ്ണൻ അമ്മയുടെ അടുക്കിലെത്തി. അവരെ കണ്ടപ്പോൾ അമ്മയ്ക്കും അച്ഛനും സന്തോഷം അടക്കവയ്യാതെയായി. ഓരോരുത്തരായി അച്ഛൻ്റെയും അമ്മയുടെയും കാൽക്കൽ വീണ് നമസ്കരിച്ചു. ദേവകിയും വസുദേവനും അവരെ പുണർന്ന് നെറുകയിൽ ചുംബിച്ചു. അമ്മയ്ക്ക് മതിയാവും വരെ അവരെ അമ്മയോടൊപ്പം നിർത്തിയ ശേഷം ഭഗവാൻ അവർക്ക് ശാപമോക്ഷം നൽകി സ്വർഗത്തിലേക്ക് അയച്ചു. ഇനി രാജസൂയം. സമന്തപഞ്ചകത്തിൽ തീർത്ഥം കഴിഞ്ഞ് എല്ലാവരും ദ്വാരകയിൽ തിരിച്ചെത്തി. പതിവ് പോലെ കൃഷ്ണനും മറ്റും രാജകാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിയുകയായിരുന്നു. ഒരു നാൾ കൃഷ്ണൻ മന്ത്രിമാരുടെയും മറ്റു പ്രമുഖരുടെയും ഒരു സദസ്സ് വിളിച്ചുകൂട്ടി. രാജസഭയായ സുധർമ്മയിലാണ് സദസ്സ് കൂടിയത്. അവർ രാജ്യകാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടു. ചർച്ചയ്ക്കിടയിൽ ഒരു ഭൃത്യൻ അറിയിച്ചു, ഒരു ദൂതൻ അങ്ങയെ മുഖം കാണിക്കാനായി കാത്തുനിൽക്കുന്നു. ദൂതന്റെ അറിയിപ്പ് കേട്ടപാടെ കൃഷ്ണൻ പറഞ്ഞു, വേഗം കടത്തിവിടൂ, എന്നെ കാണാൻ വന്നവർ കാത്തു നിൽക്കുകയോ? കൃഷ്ണന്റെ നിർദ്ദേശം കേട്ട് ഭൃത്യൻ ദൂതനെ അകത്തേക്ക് അയച്ചു. ദൂതൻ അതിവിനയത്തോടും തെല്ലൊരു ഭയത്തോടുമാണ് രാജ്യസഭയിലേക്ക് കടന്നു വന്നത്. ദൂതൻ കൃഷ്ണനെ താണു വണങ്ങി. എന്നിട്ട് പറഞ്ഞു, അടിയൻ ജരാസന്ധന്റെ തലസ്ഥാനമായ ഗിരിവ്രജത്തിൽ നിന്ന് വരികയാണ്. ജരാസന്ധൻ എന്ന പേര് കേട്ടതും രാജ്യസഭയിൽ ഉണ്ടായിരുന്നവരുടെയൊക്കെ മുഖഭാവം ആകെ മാറി. ജരാസന്ധനുമായി എത്ര തവണയാണ് കൃഷ്ണൻ ഏറ്റുമുട്ടിയിരിക്കുന്നത്? വീണ്ടും അയാൾക്ക് എന്തിനുള്ള ഭാവമാണോ ആവോ? അവർ പരസ്പരം നോക്കി. എന്നിട്ട് ആകാംക്ഷയോടെ ദൂതനെ ശ്രദ്ധിച്ചു. സഭയിലുണ്ടായിരുന്ന ബലരാമനാവട്ടെ കൃഷ്ണനെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോൾ ദൂതൻ പറഞ്ഞു, ഞാൻ ഇവിടെ അങ്ങയെ കാണാനെത്തിയത് ജരാസന്ധന്റെ ദൂതനായിട്ടല്ല, ജരാസന്ധൻ ജയിലിൽ അടച്ചിട്ടുള്ള രാജാക്കന്മാരുടെ ദൂതനായിട്ടാണ്. എന്താണ് കാര്യം, പറയൂ, കൃഷ്ണൻ ആവശ്യപ്പെട്ടു. ദൂതൻ പറഞ്ഞു, ജരാസന്ധൻ വലിയ ശിവഭക്തനാണെന്ന് അങ്ങേക്കറിയാമല്ലോ. കീടധാരികളായ 100 രാജാക്കന്മാരുടെ തല കൊണ്ടുള്ള ഒരു മാല ശിവന് സമർപ്പിക്കാമെന്ന് ജരാസന്ധൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം പല രാജാക്കന്മാരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി തുറങ്കിൽ അടച്ചിരിക്കുകയാണ്. 100 എണ്ണം തികയുന്ന അന്ന് തന്നെ ഈ രാജാക്കന്മാരുടെ കഥ കഴിയും. 100 എണ്ണം തികയാത്തത് കൊണ്ട് മാത്രമാണ് തുറങ്കിലാണെങ്കിലും അവർക്ക് ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നത്. ഈ തടവുകാരായ രാജാക്കന്മാർ അങ്ങേ ശരണം പ്രാപിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണമെന്നാണ് അവരുടെ പ്രാർത്ഥന. തുറുങ്കിനുള്ളിലെ രാജാക്കന്മാർ എന്നെ വളരെ രഹസ്യമായി ഏൽപ്പിച്ച സന്ദേശമാണിത്. അങ്ങയിലാണ് അവരുടെ ജീവന്റെ നിലനിൽപ്പ്. ദൂതൻ ഇത്രയും പറഞ്ഞു നിർത്തി. ദൂതന്റെ സന്ദേശം കേട്ട കൃഷ്ണൻ ഒരു നിമിഷം നിശബ്ദനായി ആലോചനയിലാണ്ടു. നാരായണ നാരായണ. ആലോചനയിലാണ്ട കൃഷ്ണൻ നാരായണ മന്ത്രം കേട്ട് ഞെട്ടി ഉണർന്നു. ആരാ? നാരദ മഹർഷിയല്ലേ വരുന്നത്? കൃഷ്ണൻ തൻ്റെ പീഠത്തിൽ നിന്ന് എണീറ്റ് ഓടിച്ചെന്ന് നാരദമുനിയെ സ്വീകരിച്ചു. രാജസഭയിൽ ഉണ്ടായിരുന്ന ബലരാമനും കൂട്ടരും ആദരവോടെ എണീറ്റ് നാരദമുനിയെ വരവേറ്റു. നാരദമുനിയെ സൽക്കരിച്ചെത്തിയ ശേഷം കൃഷ്ണൻ പറഞ്ഞു, മുനെ,
അങ്ങയെക്കുറിച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ചതേയുള്ളൂ. അപ്പോഴേക്കും അങ്ങയുടെ നാരായണ മന്ത്രം കാതിലെത്തി. പിന്നെ അങ്ങയുടെ ദിവ്യരൂപം കൺമുന്നിലും. എന്തൊരതിശയം! നാരദ മഹർഷി പറഞ്ഞു, ഭഗവാനെ, ഇതിലെന്ത് അതിശയം? അങ്ങ് മനസ്സിൽ കരുതിയാൽ എന്താണ് അങ്ങയുടെ കൺമുന്നിൽ എത്താത്തത്? വിചാരിക്കുന്ന നിമിഷത്തിൽ തന്നെ എന്തിനേയും കൺമുന്നിൽ കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിവുള്ളതല്ലേ? അതിരിക്കട്ടെ, എന്നെ ഇപ്പോൾ അങ്ങ് ഓർക്കാനുണ്ടായ കാരണം എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. എന്തൊക്കെയാണ് ലോകവർത്തമാനങ്ങൾ എന്നറിയാമെന്ന് കരുതി കൃഷ്ണൻ നാരദമുനിയോട് പറഞ്ഞു. നാരായണ നാരായണ, ഇതെന്തു കഥ? അങ്ങ് അറിയാതെ ലോകകാര്യങ്ങളാണോ ഈ ഉള്ളവൻ അറിയുന്നത്? നാരായണ നാരായണ. നാരദമുനി തൻ്റെ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ചു. എങ്കിലും അങ്ങനെയല്ലല്ലോ മഹർഷി. അങ്ങ് എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നെ അറിയിച്ചിട്ടുണ്ട്. അവയൊക്കെ ഞാൻ അറിയാത്തവയായതുകൊണ്ടാണോ അങ്ങ് എന്നോട് പറഞ്ഞത്? അപ്പോൾ നാരദമുനി പറഞ്ഞു, ഭഗവാനെ ക്ഷമിക്കണം. ഭഗവാന് അറിവില്ലാത്തതായി ഒന്നും തന്നെ ഈ ലോകത്തിൽ ഇല്ലല്ലോ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇതിനിടെ ചുറ്റിക്കറിഞ്ഞ സ്ഥലങ്ങളിലെ വിശേഷങ്ങൾ അറിയിക്കാം. എനിക്കറിയേണ്ടതും അതുതന്നെ, കൃഷ്ണൻ പറഞ്ഞു. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. യുധിഷ്ഠിരനെ കൊണ്ട് രാജസൂയകം നടത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഭീമനും അർജുനനും മറ്റും. എന്നാൽ യുധിഷ്ഠിരൻ സമ്മതിക്കുന്നില്ല. കൃഷ്ണനെ കണ്ട് കൃഷ്ണന്റെ സഹായം കൂടി ലഭിച്ചാലേ താൻ രാജസൂയത്തിനുള്ളുവെന്നാണ് യുധിഷ്ഠിരന്റെ ശാഠ്യം. രാജസൂയം നടത്താൻ അങ്ങും കൂടെ ഉണ്ടാവണമെന്നാണ് അവരുടെ ആഗ്രഹം. ആ ആഗ്രഹം സാധിക്കുമെന്നാണ് അവരുടെ വിശ്വാസവും, നാരദമുനി പറഞ്ഞു. കൃഷ്ണൻ ആലോചിച്ചു. എന്താ വേണ്ടത്? ജരാസന്ധൻ തുറങ്കിലടച്ചിരിക്കുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കുകയാണോ വേണ്ടത്? അതോ യുധിഷ്ഠിരൻ നടത്താൻ പോകുന്ന രാജസൂയത്തിൽ പങ്കെടുക്കുകയോ? രാജ്യസഭയിലുള്ളവർക്കും ഈ സംശയം ഉണ്ടാവാതെയല്ല. എപ്പോഴാണോ ജരാസന്ധന് തടങ്കലിലുള്ള രാജാക്കന്മാരുടെ എണ്ണം 100 തികയുന്നത്, അപ്പോൾ അവരുടെ കഥ കഴിയും. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. രാജസൂയത്തിന് പോകുമ്പോഴാവും ജരാസന്ധന്റെ തുറങ്കലിൽ എണ്ണം തികയുന്നതെങ്കിൽ അവരുടെ കഥ എന്താവും? കൃഷ്ണനിൽ പ്രതീക്ഷയർപ്പിച്ച അവരുടെ ജീവൻ രക്ഷിക്കേണ്ടതല്ലേ? കൃഷ്ണന് തീരുമാനമെടുക്കാൻ ആവാഞ്ഞിട്ടല്ല, എങ്കിലും എല്ലാം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നുവെന്ന് വേണ്ട എന്ന് കരുതി കൃഷ്ണൻ ഉദ്ധവനോട് ചോദിച്ചു, ബുദ്ധിമാനായ ബഹുമാന്യ സുഹൃത്തെ, ഈ സന്ദർഭത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ജരാസന്ധന് നേരെ പടനയിച്ച് തുറങ്കിലടക്കപ്പെട്ട രാജാക്കന്മാരെ രക്ഷിക്കണോ അതോ യുധിഷ്ഠിരനെ രാജസൂയത്തിൽ സഹായിക്കണോ? എന്താണ് ഉചിതമെന്ന് അങ്ങ് ആലോചിച്ച് പറയൂ. ഞാൻ പറഞ്ഞാലേ ഭഗവാന് ഉചിതമേതെന്ന് അറിയാനാവൂ എന്നാണോ? ഉദ്ധവൻ സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ നമ്മുടെ രാജ്യസഭയിലെ ഏറ്റവും ബുദ്ധിമാനായ ഉപദേഷ്ടാവിനെ ഇതേക്കുറിച്ച് ചിന്തിക്കാനും ഉപദേശിക്കാനും കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉദ്ധവന് അഭിപ്രായം പറയാതെ നിവൃത്തിയില്ലെന്നായി. ജരാസന്ധന്റെ രാജ്യത്ത് നിന്നെത്തിയ ദൂതന്റെ സന്ദേശം കേട്ടപ്പോഴും നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോഴും അവിടെ ഉണ്ടായിരുന്നവരുടെ മുഖഭാവം മാറുന്നത് ഉദ്ധവൻ ശ്രദ്ധിച്ചിരുന്നു. യാദവ പ്രമുഖർക്കും രാജകുമാരന്മാർക്കും ജരാസന്ധനോട് യുദ്ധം ചെയ്ത് തടങ്കലിൽ കഴിയുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കുന്നതിലായിരുന്നു താല്പര്യമെന്ന് അവരുടെ മുഖഭാവം വ്യക്തമാക്കി. എന്നാൽ കൃഷ്ണനാവട്ടെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ പങ്കെടുക്കാനായിരുന്നു ആഗ്രഹം. ഇക്കാര്യം ഉദ്ധവനും ഏറെക്കുറെ ഊഹിച്ചിരുന്നു. ഒടുവിൽ ഉദ്ധവൻ തന്റെ അഭിപ്രായം വെളിപ്പെടുത്തി. ഭഗവാൻ, 2 കാര്യങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അങ്ങേ ശരണം പ്രാപിച്ച് തടങ്കലിൽ കഴിയുന്നവരെ മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ നാൾ ചെല്ലുന്തോറും അവരുടെ ജീവന് ഭീഷണിയേറുകയാണ്. അതുപോലെ അച്ഛൻ്റെ സഹോദരി പുത്രനായ യുധിഷ്ഠിരൻ നടത്താൻ പോകുന്ന രാജസൂയത്തിൽ അങ്ങയുടെ സാന്നിധ്യവും ഉപദേശവും അനിവാര്യമാണ്. പക്ഷേ ഇതിൽ ആദ്യം നിർവഹിക്കേണ്ടത് എന്താണെന്നാണ് പ്രശ്നം. എൻ്റെ അറിവിലുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതായത്, ലോകത്തിൽ എല്ലാ രാജാക്കന്മാരെയും പരാജയപ്പെടുത്തിയ രാജാവിന് മാത്രമേ രാജസൂയം നടത്താൻ അധികാരമുള്ളൂ. ആ നിലയ്ക്ക് ജരാസന്ധനെ തോൽപ്പിക്കാതെ യുധിഷ്ഠിരന് രാജസൂയം നടത്താൻ യോഗ്യതയില്ല. അതിനാൽ അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് യുധിഷ്ഠിരനെ കണ്ട് യാഗകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുക. എന്നിട്ട് യുധിഷ്ഠിരന്റെ സഹോദരനായ ഭീമനെയും കൂട്ടി ഗിരിവ്രജത്തിൽ പോയി ജരാസന്ധനെ നേരിടുക. ജരാസന്ധനെ ഒരു ദ്വന്ദ്വയുദ്ധത്തിലൂടെ മാത്രമേ തോൽപ്പിക്കാനാവൂ. ഭീമന്റെ കായികബലം കൊണ്ട് മാത്രമേ 10,000 ആനകളുടെ ബലമുള്ള ജരാസന്ധനെ വകവരുത്താനാവൂ. ഭീമൻ ക്ഷത്രിയനായതുകൊണ്ട് പോരിന് വിളിച്ചാൽ ജരാസന്ധന് ഒഴിഞ്ഞു മാറാനും ആവില്ല. അവർ ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ടാൽ തീർച്ചയായും ഭീമൻ ജയിക്കുകയും ചെയ്യും. ജരാസന്ധനെ തോൽപ്പിച്ചു കഴിഞ്ഞ് അവിടെ തടങ്കലിൽ കഴിയുന്ന രാജാക്കന്മാരെ മോചിപ്പിച്ചാൽ അവരുടെ സഹായത്തോടെ യുധിഷ്ഠിരന്റെ രാജസൂയം വളരെ ആർഭാടത്തോടെ നടത്തുകയും ചെയ്യാം. ഇതാണ് ഈ ഉള്ളവന്റെ ബുദ്ധിയിൽ തോന്നിയ എളിയ അഭിപ്രായം. ഉദ്ധവന്റെ അഭിപ്രായം എന്തുകൊണ്ടും വിലപ്പെട്ടതാണെന്ന് എല്ലാവരും സമ്മതിച്ചു.
അദ്ദേഹത്തിൻ്റെ ബുദ്ധിസാമർഥ്യം ഒരിക്കൽ കൂടി വെളിവാക്കപ്പെട്ടിരിക്കുന്നതായി അവിടെ കൂടിയിരുന്നവർ അഭിപ്രായപ്പെട്ടു. കൃഷ്ണനും ഉദ്ധവന്റെ അഭിപ്രായം ശരിയാണെന്ന് തോന്നി. ഗിരിവ്രജത്തിൽ നിന്നെത്തിയ ദൂതൻ കൃഷ്ണന്റെ മറുപടിക്കായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ദൂതനെ വിളിച്ച് കൃഷ്ണൻ അറിയിച്ചു, തടവിലുള്ള രാജാക്കന്മാരോട് ശാന്തരായി കഴിയാൻ പറയൂ. അവരുടെ കഷ്ടപ്പാടുകൾ എത്രയും വേഗം അവസാനിപ്പിക്കാനായി ഞാൻ ശ്രമിക്കാം. കുറച്ചു കാലം കൂടെ ക്ഷമിക്കാൻ പറയൂ. ദൂതൻ കൃഷ്ണനെയും മറ്റുള്ളവരെയും വന്ദിച്ച ശേഷം ഗിരിവ്രജത്തിലേക്ക് മടങ്ങി. നാരദമുനിയും സൽക്കാരങ്ങൾ സ്വീകരിച്ച് അവിടെ നിന്ന് യാത്രയായി. കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള യാത്രയുടെ ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടു. രാജ്യഭരണ കാര്യങ്ങളിൽ ഉഗ്രസേന മഹാരാജാവിനെ സഹായിക്കാനായി കൃഷ്ണൻ സാത്യകിയോടും ബലരാമനോടും അപേക്ഷിച്ചു. ദാരുകൻ രഥവുമായി എത്തി. കൃഷ്ണനോടൊപ്പം കൃഷ്ണന്റെ ഭാര്യമാരും മക്കളുമെല്ലാം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയായി. ഒട്ടനേകം രഥങ്ങളും പല്ലക്കുകളുമായി വലിയൊരു ഘോഷയാത്ര തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നീങ്ങി. ആഘോഷത്തിമർക്കൂടെ നീങ്ങിയ ഇന്ദ്രപ്രസ്ഥ യാത്ര പല പ്രധാന രാജ്യങ്ങളും കടന്നുപോയി. ആനർത്തം, സൗരീവം, കുരുക്ഷേത്രം എന്നിവ താണ്ടി ദുഷദ്വതി നദിയും സരസ്വതി നദിയും കടന്ന് പാഞ്ചാല രാജ്യത്തിലെത്തി. അവിടെ നിന്ന് മത്സ്യരാജ്യവും കടന്ന് അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു. കൃഷ്ണനും ഭാര്യമാരും മക്കളും വരുന്നുണ്ടെന്ന വിവരം യുധിഷ്ഠിരൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അവരെ സ്വീകരിക്കാനായി യുധിഷ്ഠിരനും സഹോദരന്മാരും മറ്റു പരിവാരങ്ങളും നഗരയുടെ അതിർത്തിയിൽ സന്നിഹിതരായിരുന്നു. കൃഷ്ണനും സംഘവും വമ്പിച്ചൊരു ഘോഷയാത്രയായി വരുന്നത് അകലെ നിന്ന് യുധിഷ്ഠിരനും കൂട്ടരും കണ്ടു. അതോടെ മംഗളവാദ്യവും കാഹളവും സംഗീതവും ഉയർന്നു. കൃഷ്ണൻ അടുത്തെത്തി രഥത്തിൽ നിന്ന് ഇറങ്ങിയതും കതിനകൾ പൊട്ടി യുധിഷ്ഠിരനും സഹോദരന്മാരും ഓടിച്ചെന്ന് കൃഷ്ണനെ സ്വീകരിച്ചു. കൃഷ്ണൻ നിറഞ്ഞ മനസ്സോടെ അവരെ ഓരോരുത്തരെയായി ആലിംഗനം ചെയ്തു. കുന്തിദേവിയും ദ്രൗപദിയും സുഭദ്രയും കൂടി കൃഷ്ണന്റെ ഭാര്യമാരെ യഥോചിതം സൽക്കരിച്ചു. അവർക്കെല്ലാം വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ കുന്തിദേവിയും മറ്റും ബദ്ധശ്രദ്ധരായി. കൃഷ്ണനും സംഘവും യുധിഷ്ഠിരനുമായി രാജസൂയത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളിൽ ഏർപ്പെട്ടു. യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറഞ്ഞു, പ്രഭു, രാജസൂയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രീ നാരദ മഹർഷി അങ്ങയോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. രാജസൂയം നടത്തണമെന്നത് എൻ്റെ ചിരകാല അഭിലാഷമാണ്. അതിന് അങ്ങയുടെ പരിപൂർണ സഹായവും അനുഗ്രഹവും കൂടിയേ കഴിയും. അതില്ലാതെ ഞാൻ അതിനെ ഒരുമിടുകയില്ല. യുധിഷ്ഠിരൻ ഒന്ന് നിർത്തി കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി. കൃഷ്ണൻ വളരെ ഗാഢമായി എന്തോ ആലോചിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞ് ആലോചനയിൽ നിന്ന് ഉണർന്നെന്ന പോലെ കൃഷ്ണൻ യുധിഷ്ഠിരനെ നോക്കി. അപ്പോൾ യുധിഷ്ഠിരൻ വീണ്ടും തുടർന്നു, പ്രഭു, അങ്ങ് എൻ്റെ അത്യാഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുകയാകും. രാജസൂയം നടത്തി രാജ്യാധികാരം പിടിച്ചെടുക്കാനുള്ള എൻ്റെ അമിതമായ ആഗ്രഹത്തെക്കുറിച്ചോർത്ത് അങ്ങ് മനസ്സാലെ ചിരിക്കുകയാകും. പ്രഭു, അധികാരം പിടിച്ചടക്കാനോ രാജാതിരാജനാകാനോ ഉള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ ഈ രാജസൂയത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. ഈ യാഗം ചെയ്തില്ലെങ്കിൽ എൻ്റെ അച്ഛന് ഇന്ദ്രസദസ്സിലിരിക്കാൻ യോഗ്യതയുണ്ടാവില്ല. അദ്ദേഹത്തിന് വേണ്ടിയാണ് രാജസൂയാഗം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പ്രഭു, നിങ്ങൾ അധികാരക്കൊതിനാണെന്നോ രാഷ്ട്രമോഹിയാണെന്നോ എനിക്ക് വിചാരമില്ല. ഈ യാഗത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ പൂർവികരുടെയും മഹർഷിമാരുടെയും ഗുരുജനങ്ങളുടെയും പ്രീതി നേടാനാവും. എല്ലാ രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തി വിജയിക്കാനാവും. അങ്ങയുടെ ശക്തന്മാരായ സഹോദരന്മാർക്ക് മുന്നിൽ മറ്റു രാജാക്കന്മാർ ഒന്നുമല്ല. നിങ്ങളൊക്കെ ദേവപുത്രരാണ്. ദേവപുത്രരെ ആർക്കാണ് തോൽപ്പിക്കാനാവുക? എങ്കിലും കൃഷ്ണൻ സംശയത്തിന് വക നൽകിക്കൊണ്ട് നിർത്തി. ഉടനെ യുധിഷ്ഠിരൻ ചോദിച്ചു, എങ്കിലും കൃഷ്ണ എന്താണ് ഒരു സംശയം പോലെ എങ്കിലും എന്ന് പറഞ്ഞു നിർത്തിയത്? എങ്കിലും ജരാസന്ധനെ ജയിക്കുക കൃഷ്ണൻ മുഴുമിപ്പിച്ചില്ല. യുധിഷ്ഠിരന് കാര്യം മനസ്സിലായി. ജരാസന്ധനെ ജയിക്കാൻ കൃഷ്ണന് പോലും സാധിച്ചിട്ടില്ല. ജരാസന്ധനുമായി തുടർച്ചയായി യുദ്ധം ചെയ്തിട്ടും ജരാസന്ധന് ഒന്നും സംഭവിച്ചിട്ടില്ല. ബലരാമനും കൃഷ്ണനും കൂടി 18ഓളം പ്രാവശ്യം എതിർത്തിട്ടും തോൽപ്പിക്കാൻ കഴിയാത്ത ജരാസന്ധനെ തനിക്കെങ്ങനെ തോൽപ്പിക്കാനാകും? യുധിഷ്ഠിരൻ നിരാശയോടെ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഞാൻ അവിവേകം കാട്ടിയെന്ന് തോന്നുന്നു. അങ്ങേക്ക് തോൽപ്പിക്കാൻ കഴിയാത്തവനെ എനിക്കെങ്ങനെ തോൽപ്പിക്കാൻ കഴിയും? വേണ്ട, രാജസൂയത്തെക്കുറിച്ചുള്ള ചിന്തയെ ഉപേക്ഷിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു. ഇക്കാര്യം പറഞ്ഞ് അങ്ങയെ കൂടെ ബുദ്ധിമുട്ടിച്ചതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിരാശനായ യുധിഷ്ഠിരനെ കൃഷ്ണൻ ആശ്വസിപ്പിച്ചു. പ്രഭു, ഇത്ര നിരാശ പാടില്ല. ഒരു ശക്തിനെ തോൽപ്പിക്കാനാവില്ലെന്ന് കരുതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉപേക്ഷിക്കുന്നത് ശരിയാണോ? ഇല്ല, ഒരിക്കലും ആ വഴിക്ക് ചിന്തിക്കാൻ പാടില്ല. ഉപേക്ഷിക്കാതെ എന്ത് ചെയ്യാനാണ്? അങ്ങ് തന്നെ ഒരു പോംവഴി പറയൂ. അങ്ങയോട് പോലും എതിരിട്ട് നിൽക്കത്തക്ക എന്ത് ശക്തിവിശേഷമാണ് ജരാസന്ധനുള്ളത്? യുധിഷ്ഠിരൻ ചോദിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ജരാസന്ധന്റെ ജന്മത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ശക്തിയാണിതിന് ഒരു കാരണം. കൂടാതെ ശിവഭക്തനായ ജരാസന്ധന് ശിവഭക്തി കൊണ്ട് വലിയൊരു ബലം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല.
അതുകൊണ്ട് തന്നെ സാധാരണ മാർഗത്തിലൂടെ അയാളെ വകവരുത്താനുമാവില്ല. ഇപ്പോൾ പരമശിവന് ഒരു രുണ്ഡമാല സമ്മാനിക്കാനുള്ള ശ്രമത്തിലാണ് അയാൾ. രുണ്ഡമാലയോ? അതെന്ത്? യുധിഷ്ഠിരൻ ചോദിച്ചു. തലകൾ കോർത്തുണ്ടാക്കിയ മാല. അതായത് ഒട്ടേറെ രാജാക്കന്മാരെ ജരാസന്ധൻ തോൽപ്പിച്ച് തടവിലാക്കിയിരിക്കുകയാണ്. അവരുടെ തലകൾ അറുത്ത് മാലയുണ്ടാക്കി ശിവന് അർപ്പിക്കാനാണ് ജരാസന്ധന്റെ തീരുമാനം. അതിലേക്കായി 100 തല തികയാൻ കാത്തിരിക്കുകയാണ് ജരാസന്ധൻ, കൃഷ്ണൻ വ്യക്തമാക്കി. കൃഷ്ണന്റെ വിശദീകരണം അവിടെ കൂടി നിന്നവരിൽ ഞെട്ടലുളവാക്കി. കൃഷ്ണൻ ജരാസന്ധന്റെ കഥ തുടർന്നു. മഗധ രാജ്യത്തിലെ രാജാവായിരുന്നു ബൃഹദ്രഥൻ. അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. മക്കളില്ലാത്തതു കാരണം ബൃഹദ്രഥൻ വളരെ നിരാശനായി. ലൗകിക ജീവിതം അടുത്ത അദ്ദേഹം കാട്ടിൽ തപസ്സിനായി പോയി. തപസ്സിന് അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചു നടക്കവേ ചണ്ഡകൗശികൻ എന്നൊരു മുനിയെ കണ്ടു. ചണ്ഡകൗശികനോട് ബൃഹദ്രഥൻ തൻ്റെ കഥ വിവരിച്ചു. മക്കളില്ലാതെ ദുഃഖം കൊണ്ടാണ് സന്യാസ ജീവിതത്തിനായി ബൃഹദ്രഥൻ കാട്ടിലെത്തിയിരിക്കുന്നതെന്നറിഞ്ഞ ചണ്ഡകൗശികൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ബൃഹദ്രഥന് ഒരു മാമ്പഴം നൽകിക്കൊണ്ട് പറഞ്ഞു, പ്രഭോ, അങ്ങ് തൽക്കാലം രാജ്യത്തിലേക്ക് മടങ്ങുക. അങ്ങേക്ക് സന്യസിക്കാനുള്ള സമയം ആയിട്ടില്ല. ഞാൻ തന്ന ഈ മാമ്പഴം അങ്ങ് ഭാര്യയ്ക്ക് നൽകുക. ഈ പഴം ഭക്ഷിച്ചാൽ അവർക്കൊരു പുത്രനുണ്ടാവും. ആ പുത്രനാകട്ടെ കായിക ബലത്തിൽ ഒന്നാമനായിരിക്കും. അതുപോലെ ശിവഭക്തൻ എന്ന നിലയിൽ ഏറെ കീർത്തിമാനുമായിരിക്കും. മഹർഷി ബൃഹദ്രഥനെ ആശീർവദിച്ചു. ബൃഹദ്രഥൻ തിരിച്ചു കൊട്ടാരത്തിലെത്തി. നാളെയേറെയായി കാണാതിരുന്ന രാജാവിനെ കണ്ടപ്പോൾ ഭാര്യമാർക്ക് വളരെ സന്തോഷമായി. ബൃഹദ്രഥൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് വളരെ ഭക്തിയോടെ ആ പഴം മുറിച്ച് 2 ഭാര്യമാർക്കുമായി നൽകി. അവർ ആദരവോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. കാലക്രമത്തിൽ ഭാര്യമാർ 2 പേരും ഗർഭിണികളായി. ഇക്കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ബൃഹദ്രഥൻ സന്തോഷം കൊണ്ട് മതിമറന്നു. ഇഷ്ടം പോലെ ദാനധർമ്മങ്ങൾ നടത്തി ക്ഷേത്രങ്ങളിലും മറ്റും വഴിപാടുകളും പൂജാവിധികളും തുടർന്നു പോന്നു. ഭാര്യമാർ പ്രസവിക്കുന്ന സമയവും കാത്ത് അക്ഷമനായി ബൃഹദ്രഥൻ കഴിഞ്ഞു പോന്നു. പ്രസവകാലമായി ഭാര്യമാർ പ്രസവിച്ചു. ഏറെ പ്രതീക്ഷിച്ചിരുന്ന സന്തോഷത്തിൻ്റെ മുഹൂർത്തം ബൃഹദ്രഥന് ഒടുങ്ങാതെ വേദനയുടേതായി മാറി. ഭാര്യമാർ ജന്മമേകിയത് വളർച്ചയെത്തിയിട്ടില്ലാത്ത കുട്ടികളായിരുന്നു. അവർക്കാകട്ടെ ജീവനുമില്ലായിരുന്നു. ഓരോ രാജ്ഞിയും പകുതി ശിശുവിനെയാണ് പ്രസവിച്ചത്. ഇതെന്ത് മായ, ഇതെന്ത് പരീക്ഷണം? ബൃഹദ്രഥൻ ചണ്ഡകൗശിക മുനിയുടെ വാക്കുകൾ ഓർത്തു. മുനി പറഞ്ഞത് പഴം ഭാര്യയ്ക്ക് കൊടുക്കാനാണ്. അത് മുറിക്കാനോ പങ്കുവയ്ക്കാനോ മഹർഷി പറഞ്ഞിരുന്നില്ല. ആ പഴം പങ്കുവച്ചതിനാലാവണം പകുതി ശിശുക്കൾ വീതം ജനിച്ചത്. ബൃഹദ്രഥന് കടുത്ത ദുഃഖം തോന്നി. ഒപ്പം കലിയും. ജീവനില്ലാത്ത അർദ്ധശിശുക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിയാൻ ബൃഹദ്രഥൻ കൽപ്പന നൽകി. രാജധാനിയും രാജ്യവും കടുത്ത ദുഃഖത്തിലാണ്ടു. രാജ്ഞിമാർ തങ്ങളുടെ സ്വപ്നം സഫലമാക്കാത്തതിൽ ഏറെ വേദനിച്ചു. അവർക്ക് നാവനക്കാൻ പോലും ആയില്ല. കടുത്ത ദുഃഖഭാരത്താൽ ബൃഹദ്രഥനും നിർജീവനായി അന്തഃപുരത്തിൽ തന്നെ കഴിഞ്ഞു. സേവകന്മാർ രാജകൽപ്പന അനുസരിച്ച് അർദ്ധശിശുക്കളെ നഗരപ്രാന്തത്തിൽ എങ്ങോ വലിച്ചെറിഞ്ഞു. ജീവനില്ലാത്ത മാംസപിണ്ഡം പട്ടിക്കോ നരിക്കോ രാത്രിയിലെ ഭക്ഷണമായി മാറും. സേവകന്മാർ രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി. സാധാരണ ആ നഗരത്തിൽ രാത്രി സമയത്തെത്തുന്ന ഒരു രാക്ഷസി ഉണ്ടായിരുന്നു. ജര എന്നായിരുന്നു അവരുടെ പേര്. കണ്ണിൽ കാണുന്നെല്ലാം തിന്നും കുടിച്ചും മതിച്ചും നടക്കുന്ന ഒരു രാക്ഷസി. അവൾ പതിവ് പോലെ അന്ന് രാത്രിയും ഭക്ഷണം തേടി ഇറങ്ങി. അപ്പോഴാണ് അവൾ ഒരു ശിശുവിൻ്റെ 2 കഷ്ണങ്ങൾ കണ്ടത്. ഇന്നത്തെ രാത്രിക്ക് നല്ലൊരു കോള് കിട്ടിയതിൻ്റെ സന്തോഷത്തോടെ ജര ആ മാംസപിണ്ഡങ്ങൾ കൊതിയോടെ കയ്യിലെടുത്തു. 2 ഭാഗങ്ങളും ഒരു കുഞ്ഞിൻ്റെ തന്നെ, നേർ പകുതി പോലെ. ജര 2 ഭാഗങ്ങളും യോജിപ്പിച്ചു നോക്കി. എന്തത്ഭുതം! ആ ഭാഗങ്ങൾ യോജിച്ച് ഒന്നായതും ആ ശിശുരൂപം ജീവൻ വെച്ച് കരയാൻ തുടങ്ങി. ആ ശിശുവിനെ കൊല്ലാനോ തിന്നാനോ ജരയ്ക്ക് തോന്നിയില്ല. കുട്ടിയുടെ കരച്ചിൽ ക്രമേണ ഉച്ചത്തിലായി. ഒരു കൊച്ചുകുട്ടി ഇത്ര ഉറക്കെ കരയുകയോ? ജയ പരിഭ്രാന്തയായി. ഒരു രാക്ഷസിയുടെ കയ്യിലിരുന്ന് ഒരു പിഞ്ചു കുഞ്ഞ് ഉറക്കെ കരയുന്നു എന്ന വാർത്ത ബൃഹദ്രഥൻ അറിഞ്ഞു. കുട്ടിയെ രക്ഷിക്കാനായി ബൃഹദ്രഥൻ ഓടിയെത്തി. കലിതുള്ളി എത്തിയ ബൃഹദ്രഥനെ കണ്ടപ്പോൾ ജരയ്ക്ക് ഭയം തോന്നി. അവൾ കുഞ്ഞിനെ രാജാവിൻ്റെ മുന്നിൽ കിടത്തിയിട്ട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. അത് കേട്ട രാജാവ് വിസ്മയസ്തബ്ധനായി. തൻ്റെ ഓമനപുത്രനാണ് മുന്നിൽ കൈകളിട്ടടിച്ച് കരയുന്നതെന്നറിഞ്ഞ ബൃഹദ്രഥൻ അതിനെ വാരിയെടുത്തു. നെറുകയിൽ മുത്തം നൽകി. രാക്ഷസിയാണെങ്കിലും ജര ആ പിഞ്ചു പൈതലിനോട് കാട്ടിയ കാരുണ്യത്തിൽ രാജാവിന് അളവറ്റ സന്തോഷം തോന്നി. ജരയുടെ കാരുണ്യം കൊണ്ട് രക്ഷ കിട്ടിയ കുട്ടിക്ക് ജരാസന്ധൻ എന്ന് പേരിട്ടു. ജരയാൽ സന്ധിക്കപ്പെട്ടവൻ, ജരയാൽ കൂട്ടിച്ചേർക്കപ്പെട്ടവൻ ജരാസന്ധൻ. ജരാസന്ധൻ്റെ കഥ കേട്ട് പാണ്ഡവർ അതിശയം പൂണ്ടു. യുധിഷ്ഠിരൻ ഗാഢമായ ആലോചനയിലാണ്.
അർജുനനാവട്ടെ കൃഷ്ണന്റെ മുഖത്ത് നോക്കി എന്തോ പ്രതീക്ഷിച്ചിരിക്കുന്നു. നകുലനും സഹദേവനും ഉരിയാട്ടമില്ല. പെട്ടെന്ന് ഭീമൻ കോപാകുലനായി. ഭീമൻ ദേഷ്യത്തോടെ പറഞ്ഞു, ആലോചിച്ച് സമയം കളയാനുള്ള സന്ദർഭമല്ലിത്. പോരാളികളെ പോരാട്ടത്തിലൂടെയാണ് നേരിടേണ്ടത്. ഇതാ ഞാൻ എന്തിനും തയ്യാർ. ഭീമൻ തൻ്റെ ഗദ ചുഴറ്റി. ഭീമന്റെ ആവശ്യം കണ്ടപ്പോൾ അർജുനനും എഴുന്നേറ്റു. അർജുനൻ പറഞ്ഞു, അതെ, നാം ക്ഷത്രിയരാണ്. ഒരുവനെയും ഒരിക്കലും ഭയന്നിട്ടുള്ളവരല്ല നാം. ഭയപ്പെട്ടു കഴിയുന്നതിനേക്കാൾ ഭേദം മരണമാണ്. ലോകത്തിൽ ഒരുവൻ അതിശക്തനാണെന്ന് കരുതി അവനെ ഭയന്ന് നമുക്ക് രാജസൂയം നിർത്തിവെക്കാമെന്ന് ചിന്തിക്കുന്നത് ഭീരുത്വമല്ലേ? എത്ര ശക്തനായാലും നമുക്കൊപ്പമാണ് കൃഷ്ണൻ ഉള്ളതെന്ന് നാം ഓർക്കണം. ഒരിക്കലും നമുക്ക് പരാജയപ്പെടേണ്ടി വരില്ല. അർജുനന്റെ വാക്കുകൾ ഭീമൻ കൈയടിച്ച് സ്വീകരിച്ചു. അത് കണ്ട് മറ്റുള്ളവർക്കും ആവേശമായി. എല്ലാവരും അർജുനന്റെ അഭിപ്രായത്തോട് യോജിച്ചു. ഭീമൻ ആവേശത്തോടെ ഗദ കയ്യിലെടുത്ത് ചുഴറ്റി. ജരാസന്ധനെ കയ്യിൽ കിട്ടിയാൽ ഭീമൻ തവിട് പൊടിയാക്കിയെന്നെ. അത്രമേൽ അരിശമായിരുന്നു ഭീമന്. അടുത്ത ദിവസം കൃഷ്ണൻ അർജുനനോടും ഭീമനോടുമൊപ്പം ഗിരിവ്രജത്തിലേക്ക് പുറപ്പെട്ടു. അവർ ബ്രാഹ്മണരുടെ വേഷത്തിൽ ജരാസന്ധന്റെ കൊട്ടാരത്തിലെത്തി. സമയം ഉച്ചയോടടുത്തിരുന്നു. ജരാസന്ധൻ ശിവപൂജയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ബ്രാഹ്മണർ ഭവ്യതയോടെ അദ്ദേഹത്തെ കാത്തുനിന്നു. ജരാസന്ധൻ പൂജ കഴിഞ്ഞെത്തിയപ്പോൾ ബ്രാഹ്മണർ മുഖം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വരുന്നവരാണ്. ഞങ്ങളുടെ ചില ചെറിയ ആഗ്രഹങ്ങൾ അങ്ങ് സാധിച്ചു തരണം. ദാനശീലരെ ലോകമെന്നും ഓർമ്മിക്കും. അതുപോലെ അങ്ങ് ദാനശീലത്തിലൂടെ ഓർമ്മിക്കപ്പെടട്ടെ. ബ്രാഹ്മണരുടെ വാചാലമായ സംസാരം കേട്ടപ്പോൾ ജരാസന്ധന് സംശയം തോന്നാതല്ല. അവരുടെ ശരീരവും ആരോഗ്യവും കണ്ടിട്ട് ഇവർ ബ്രാഹ്മണരാണെന്ന് തോന്നുന്നുമില്ല. അമ്പും വില്ലും ഉപയോഗിച്ചതിൻ്റെ തഴമ്പും മറ്റും തെളിഞ്ഞു കാണാനുണ്ട്. ബ്രാഹ്മണരുടെ ആവശ്യം ഒരിക്കലും നിഷേധിക്കില്ലെന്ന എൻ്റെ പ്രതിജ്ഞയെക്കുറിച്ച് അറിഞ്ഞിട്ടായിരിക്കും ഇവർ ബ്രാഹ്മണരുടെ വേഷത്തിലെത്തിയിരിക്കുന്നത്. ജരാസന്ധൻ ഇങ്ങനെ ഓരോന്നാലോചിച്ച് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞാലും നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും തരാൻ ഞാൻ ഒരുക്കമാണ്. എന്തിന്, എൻ്റെ ജീവൻ പോലും തരാൻ ഞാൻ സന്നദ്ധനാണ്. ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, അങ്ങയുടെ ജീവനോ? ഞങ്ങൾക്ക് അങ്ങയുടെ ജീവനൊന്നും ആവശ്യമില്ല. ഞങ്ങളോട് ഒരു ദ്വന്ദ്വയുദ്ധത്തിന് അങ്ങ് തയ്യാറായാൽ മാത്രം മതി. ദ്വന്ദ്വയുദ്ധമോ? ജരാസന്ധൻ തന്റെ അതിശയത്തോടെ ചോദിച്ചു. അതെ, ദ്വന്ദ്വയുദ്ധം തന്നെ. കൃഷ്ണൻ മറുപടി പറഞ്ഞു. ബ്രാഹ്മണനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യുകയോ? ജരാസന്ധൻ അല്പം വിമുഖത പ്രകടിപ്പിച്ചു. മഹാരാജാവേ, ഞങ്ങൾ ബ്രാഹ്മണരല്ല, ക്ഷത്രിയരാണ്. ക്ഷത്രിയരോട് ദ്വന്ദ്വയുദ്ധമാകാമല്ലോ. ഇങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ തൻ്റെ വേഷങ്ങളിൽ ചിലത് മാറ്റി. അത് കണ്ട് ജരാസന്ധൻ അതിശയത്തോടെ കൃഷ്ണനെ തുറച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, ഓഹോ, നീയാണല്ലേ ആ പഴയ ഗോപാലചക്കൻ? ഇനിയും നിനക്ക് എന്നോട് യുദ്ധം ചെയ്ത് പൂതി തീർന്നില്ലേ? എന്നെ പേടിച്ച് സമുദ്രമധ്യത്തിൽ നഗരമുണ്ടാക്കി ഓടി ഒളിച്ച നീ വീണ്ടും ദ്വന്ദ്വയുദ്ധത്തിനായി വന്നിരിക്കുകയാണോ? യാദവചക്ക, നിന്നോട് എനിക്ക് യുദ്ധം ചെയ്യാൻ യാതൊരു രസവും തോന്നില്ല. എത്ര ആവർത്തിയാണ് നിന്നോട് യുദ്ധം ചെയ്തത്? അതിരിക്കട്ടെ, നിന്നോടൊപ്പം ഉള്ളവരും യാദവ പിള്ളരാണോ? ജരാസന്ധന്റെ പരിഹാസം നിറഞ്ഞ ചോദ്യം കേട്ടപ്പോൾ ഭീമന് അരിശം കത്തിക്കയറി. അർജുനനും ജരാസന്ധനെ അടിച്ച് നിലംപരിശാക്കാൻ പോന്ന കലി തോന്നി. പക്ഷേ കൃഷ്ണന്റെ സംയമനം കണ്ട് അവരും ശാന്തരാവുകയായിരുന്നു. ജരാസന്ധന്റെ ചോദ്യം കേട്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഞാൻ മാത്രമേ യാദവച്ചക്കനായുള്ളൂ. ഞാൻ മാത്രമേ ഗോപാലച്ചക്കനായുള്ളൂ. മറ്റുള്ളവരെല്ലാം ക്ഷത്രിയരാണ്. കൃഷ്ണൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപേ ഭീമൻ ഗദ ഉയർത്തി അലറി. ജരാസന്ധ, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഭീമന്റെ അലർച്ച കേട്ട് കൃഷ്ണൻ ഭീമന്റെ മുഖത്ത് നോക്കി. ഒരു താക്കീതെന്ന പോലെ. അതോടെ ഭീമൻ നിശബ്ദനായി. അരിശത്തോടെ ഗദ കൊണ്ട് തറയിൽ ആഞ്ഞുകുത്തി. കൃഷ്ണൻ തുടർന്നു, നിങ്ങൾ ക്ഷത്രിയരോട് യുദ്ധം ചെയ്താൽ മതി. പശുപാലകനായ എന്നോട് യുദ്ധം ചെയ്യേണ്ട. ഇദ്ദേഹം ഭീമൻ, കുന്തിദേവിയുടെ രണ്ടാമത്തെ മകൻ. ഇത് ഭീമന്റെ അനുജൻ അർജുനൻ. ഇവരിൽ ആരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് യുദ്ധമാകാം. കൃഷ്ണന്റെ വാക്കുകൾ ജരാസന്ധന്റെ ആത്മവീര്യം തട്ടിയുണർത്തി. ആരോട് വേണമെങ്കിലും ആർക്കും യുദ്ധമാവാം. പക്ഷേ ഞാൻ അങ്ങനെ എല്ലാവരോടും യുദ്ധത്തിൽ ഇറങ്ങാറില്ല. എനിക്ക് തുല്യനായ എതിരാളിയോട് മാത്രമേ ഞാൻ പൊരുതാറുള്ളൂ. 18 പ്രാവശ്യം എന്നോട് പൊരുതി തോറ്റ് ഒളിച്ചോടി സമുദ്രമധ്യത്തിൽ കഴിയുന്ന നിന്നോട് എനിക്ക് യുദ്ധം ചെയ്യാൻ ആഗ്രഹമില്ല. പിന്നെ അർജുനൻ, അവനോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കാണ് അതിൻ്റെ മാനക്കേട്. അവൻ അത്രയ്ക്ക് അശക്തനാണ്. ശക്തന് എതിരാളി ഒരു അശക്തനായാൽ അത് ദ്വന്ദ്വയുദ്ധമാവില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഭീമനെ നേരിടാം. നിങ്ങളിൽ കൂടുതൽ തടിമെടുക്കും ബലവും ഉള്ളത് അവനാണെന്ന് തോന്നുന്നു. ഭീമന് ഭയമില്ലെങ്കിൽ അവനുമായി ദ്വന്ദ്വയുദ്ധമാവാം. ജരാസന്ധൻ യുദ്ധത്തിനൊരുങ്ങി. സേവകന്മാർ കൊണ്ടുവന്ന 2 ഗദകളിൽ ഒന്ന് ജരാസന്ധൻ ഭീമന് നൽകി.
മറ്റേത് ജരാസന്ധനും എടുത്തു. പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു. ആരാണ് കൂടുതൽ ശക്തിമാനെന്നറിയാൻ ഒരു നിർവാഹവുമില്ല. രണ്ടുപേരും തുല്യ വീറോടെ പൊരുതി. ഭീമനോട് പോലും ഇങ്ങനെ പൊരുതി നിൽക്കുക എന്നത് ആർക്കും കഴിയാത്ത കാര്യമാണ്. ഭീമനും ജരാസന്ധന്റെ കായിക ബലത്തിൽ മതിപ്പ് തോന്നി. യുദ്ധം ദിവസങ്ങളോളം നീണ്ടു. എന്നിട്ടും ഒരവസാനം ഉണ്ടാകുന്ന ലക്ഷണമില്ല. ഇങ്ങനെ 27 ദിവസം ആയപ്പോഴാണ് ഭീമന് ജരാസന്ധനെ അല്പമൊന്ന് തളർത്താനായത്. ഭീമൻ ജരാസന്ധനെ കൊല്ലുമെന്ന കാര്യത്തിൽ കൃഷ്ണന് സംശയം ഏതും ഉണ്ടായിരുന്നില്ല. ഒരു നാൾ ഭീമൻ കൃഷ്ണനോട് പറഞ്ഞു, നോക്കൂ കൃഷ്ണ, എനിക്ക് ജരാസന്ധനെ വകവരുത്താനാവുമെന്ന് തോന്നുന്നില്ല. ഇത്രയും ദിവസത്തെ പോരാട്ടത്തിലും കൂസൽ ഏതുമില്ലാതെ അവൻ പിടിച്ചു നിൽക്കുകയാണ്. എന്താണ് ഇനി വേണ്ടത്? ഭീമന്റെ വാക്കുകൾ കേട്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഒട്ടും ആശങ്ക വേണ്ട. ജരാസന്ധനെ താങ്കൾക്ക് മാത്രമേ മതിക്കാനാവുകയുള്ളൂ. ജരാസന്ധന് ഇനി അധികകാലം ജീവിതമില്ല. നാളത്തെ യുദ്ധത്തിൽ കൂടുതൽ കരുതലോടെ പൊരുതുക. അടുത്ത നാൾ വീണ്ടും പതിവ് പോലെ യുദ്ധം ആരംഭിച്ചു. ജരാസന്ധന്റെയും ഭീമന്റെയും ഗതകൾ കൂട്ടിമുട്ടി. ദിക്കെട്ടും മുഴങ്ങി. പതിവിലും കനത്ത പോരാട്ടമായിരുന്നു അന്നത്തേത്. ഒടുവിൽ ഒരു നിമിഷം ജരാസന്ധൻ അടിതെറ്റി താഴെ വീണു. ആദ്യമായിട്ടാണ് ജരാസന്ധന് അടിതെറ്റുന്നത്. ഭീമൻ കൃഷ്ണനെ നോക്കി. അപ്പോൾ കൃഷ്ണൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇല രണ്ടായി കീറി തറയിലിട്ടു. എന്നിട്ട് മെല്ലെ കണ്ണിറുക്കി. ഭീമന് കാര്യം മനസ്സിലായി. പിന്നീട് ഒട്ടും താമസിച്ചില്ല. ഭീമൻ ജരാസന്ധന്റെ ഒരു കാലിന്മേൽ കയറി നിന്നു. എന്നിട്ട് മറ്റേ കാൽ പിടിച്ച് മുകളിലേക്ക് ശക്തിയായി വലിച്ചു. ജരാസന്ധൻ 2 കഷ്ണങ്ങളായി പിളർന്നു. ജരാസന്ധന്റെ അലർച്ച ദിഗന്ധം ഭേദിക്കുമാർ ഉച്ചത്തിൽ മുഴങ്ങി. അവിടമാകെ ചോര ചീറ്റി ഒഴുകി. കൃഷ്ണനോട് 18 പ്രാവശ്യം പൊരുതി വിജയിച്ച ജരാസന്ധന്റെ മരണവാർത്ത മഗധയിൽ നിന്നും കാട്ടുതീ പോലെ പരന്നു. അയൽ രാജ്യങ്ങളിലും ആ വാർത്ത എത്തി. ആരാണ് ജരാസന്ധനെ വധിച്ചതെന്ന് അറിയാനായിരുന്നു രാജാക്കന്മാർക്കും സാധാരണക്കാർക്കും ആവേശം. അവർ ഗിരിവ്രജത്തിലേക്ക് പ്രവേശിച്ചു. ജരാസന്ധൻ മരിച്ചു വീണതോടെ ഭീമൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. വലിയൊരു ജോലി ചെയ്തു തീർത്തതിൻ്റെ ആശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൃഷ്ണനും അർജുനനും ഭീമനെ പുണർന്ന് അഭിനന്ദിച്ചു. ജരാസന്ധന്റെ മകൻ സഹദേവൻ കൃഷ്ണപാദങ്ങളിൽ അഭയം തേടി. സഹദേവനെ മഗധയിലെ രാജവാക്കി വാഴിച്ചു. അതിനുശേഷം അവർ രാജാക്കന്മാരെ അടച്ചിരുന്ന തടങ്കൽ പാളയത്തിലേക്ക് പോയി. അവർ ജരാസന്ധന്റെ മരണവാർത്തയറിഞ്ഞ് കൃഷ്ണനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. കൃഷ്ണനെയും ഭീമനെയും അർജുനനെയും കണ്ടപ്പോൾ രാജാക്കന്മാർ അത്യാഹ്ലാദത്തോടെ കൃഷ്ണന് ജയാരവം മുഴക്കി. കൃഷ്ണൻ രാജാക്കന്മാരെ മോചിപ്പിച്ചു. അവർ ഓടിവന്ന് കൃഷ്ണന്റെ കാൽക്കൽ വീണു. അപ്പോൾ കൃഷ്ണൻ അവരെ ആശ്വസിപ്പിച്ച ശേഷം അവരെ അനുഗ്രഹിച്ച് അവരവരുടെ നാടുകളിലേക്ക് അയച്ചു. പിന്നെ കൃഷ്ണനും അർജുനനും ഭീമനും കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയത്തിനു വേണ്ട ഒരുക്കങ്ങൾ ധൃതിയിൽ നടക്കുകയാണ്. കൃഷ്ണൻ നിർദ്ദേശിച്ചതനുസരിച്ച് യുധിഷ്ഠിരൻ തൻ്റെ 4 അനുജന്മാരെ 4 ദിക്കിലേക്കും അയച്ചു. മറ്റു രാജാക്കന്മാരെ കണ്ട് യുധിഷ്ഠിരന്റെ പരമാധികാരത്തെ പ്രഖ്യാപിക്കാനും യാഗത്തിനാവശ്യമായ ധനം, ധാന്യം തുടങ്ങിയവ സംഭരിക്കാനുമായിട്ടാണ് അനുജന്മാരെ നിയോഗിച്ചത്. അവർ അവരുടെ ദൗത്യം വിജയകരമായി നിർവഹിച്ച് മടങ്ങുകയും ചെയ്തു. സാധാരണ വസന്ത ഋതുവിലാണ് യാഗം തുടങ്ങുക. വസന്ത ഋതു ആരംഭിച്ചതോടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. വ്യാസൻ, ഭരദ്വാജൻ, സുമന്തു, കൃതു, ജൈമിനി, പൈലൻ, പരാശരൻ, പരശുരാമൻ, വീതിഹോത്രൻ തുടങ്ങിയ മഹർഷിമാരെല്ലാം എത്തി. കൂടാതെ ഭീഷ്മർ, ധൃതരാഷ്ട്രർ, ദ്രോണർ, കൃപർ, വിതുരർ തുടങ്ങിയവരും വന്നു. ദുര്യോധനാദികളായ 100 പേരും കർണൻ, ശകുനി, അശ്വത്ഥമാവ് തുടങ്ങിയവരും എത്തിച്ചേർന്നു. ഭാരതവർഷത്തിലുള്ള എല്ലാ രാജാക്കന്മാരും പരിവാര സമേതം എത്തിയിരുന്നു. നാരദ മഹർഷിയുടെ നേതൃത്വത്തിലെത്തിയ ദേവർഷിമാരുടെ കനത്ത സുരക്ഷാ വലയത്തിനുള്ളിൽ യാഗകർമ്മങ്ങൾ ആരംഭിച്ചു. യാഗത്തിന്റെ അവസാനം അഗ്രപൂജ എന്ന ചടങ്ങായിരുന്നു. യാഗത്തിൽ അതിഥികളായി എത്തിയവരിൽ ഏറ്റവും പ്രമുഖനായ ആളെ ആദരിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണത്. യുധിഷ്ഠിരൻ എല്ലാ അതിഥികളെയും ഒരുപോലെ ആദരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആർക്കാണ് അഗ്രപൂജ നൽകേണ്ടതെന്ന കാര്യത്തിൽ യുധിഷ്ഠിരനും ആരാവും അഗ്രപൂജയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന കാര്യത്തിൽ അതിഥികളായി എത്തിയ രാജാക്കന്മാർക്കും വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. യുധിഷ്ഠിരൻ വളരെ തന്ത്രപൂർവ്വം അതിനൊരു പരിഹാരം കണ്ടു. യുധിഷ്ഠിരൻ സഭാവാസികളായി പറഞ്ഞു, മാന്യ മഹാരാജാക്കന്മാരെ, ഇനി അഗ്രപൂജയ്ക്കുള്ള സമയമാണ്. അഗ്രപൂജയ്ക്ക് ആരെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ബഹുമാന്യരായ നിങ്ങൾ തന്നെ അഭിപ്രായപ്പെട്ടാലും. യുധിഷ്ഠിരന്റെ ചോദ്യം കേട്ടപ്പോൾ സദസ്സിൽ ഏറ്റവും പ്രായം കൂടുന്ന സഹദേവൻ പറഞ്ഞു, ഇക്കാര്യത്തിൽ എന്താണ് സംശയിക്കാനുള്ളത്? ലോകൈകനാഥനായ കൃഷ്ണനല്ലാതെ മറ്റൊരാണ് ഈ സദസ്സിൽ അഗ്രപൂജയ്ക്ക് അർഹനായിട്ടുള്ളത്. സഹദേവന്റെ അഭിപ്രായത്തെ മറ്റു രാജാക്കന്മാരും ജയാരവത്തോടെ അംഗീകരിച്ചു. യുധിഷ്ഠിരൻ ദ്രൗപദിയോടും സഹദേവനോടുമൊത്ത് കൃഷ്ണനെ ആചാരക്രമം അനുസരിച്ച് ഗംഗാജലം കൊണ്ട് കാൽ കഴുകി വന്ദിച്ചു. എന്നിട്ട് പ്രത്യേകം തയ്യാറാക്കിയ അഗ്രാസന പീഠത്തിലിരുത്തി തൃപ്പാദ പൂജ നടത്തി കൃഷ്ണന് ആരതി ഒഴിഞ്ഞപ്പോൾ അതിഥികളെല്ലാവരും ആദരവോടെ എണീറ്റു നിന്ന് കൃഷ്ണനെ വന്ദിച്ചു. അവിടമാകെ ഭക്തി നിറഞ്ഞ നിശബ്ദത കളിയാടി. നിർത്തു ഈ ധിക്കാരം! നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പെട്ടെന്നൊരു അലർച്ച.
അത് കേട്ട് സഭയിലുള്ളവർ ഞെട്ടി. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തെ ആരാണ് ഇങ്ങനെ കലുഷമാക്കുന്നത്? സഭാവാസികൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. കോപാകുലനായി നിൽക്കുന്ന ശിശുപാലനെയാണ് അവർ കണ്ടത്. അതെ, ധമഘോഷന്റെ പുത്രനായ ശിശുപാലൻ. ശിശുപാലൻ ഭീഷണസ്വരത്തിൽ കൃഷ്ണനെ ശകാരിക്കാൻ തുടങ്ങി. ഇത് ഇവിടെ കൂടിയിരുന്ന രാജാക്കന്മാരെയും അപമാനിക്കലാണ്. മഹാരഥന്മാരായ രാജാക്കന്മാരും മഹാമുനിമാരും സന്നിഹിതരായിട്ടുള്ള ഈ സദസ്സിൽ നിന്ന് അഗ്രപൂജയ്ക്കായി കൃഷ്ണനെ തിരഞ്ഞെടുത്തത് മറ്റുള്ളവരെ അപമാനിക്കലല്ലെങ്കിൽ മറ്റെന്താണ്? പാണ്ഡവരുടെ ഉറ്റമിത്രമായ കൃഷ്ണനെ അഗ്രപൂജയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് അവരിൽപ്പെട്ട ഇളം പ്രായക്കാരനായ സഹദേവനാണ്. ഇവിടെ എത്രയോ മുതിർന്ന രാജാക്കന്മാരും മഹർഷിമാരുമുണ്ട്. അവരൊന്നും കാണിക്കാതെ താല്പര്യമാണ് കൃഷ്ണനെ തിരഞ്ഞെടുക്കുന്നതിൽ സഹദേവൻ കാണിച്ചത്. ഇതെല്ലാം കൃഷ്ണനും കൂടി ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ്. അതിരിക്കട്ടെ, ഈ കൃഷ്ണന് നാണമുണ്ടോ? ഈ പ്രഗത്ഭരുടെ മുന്നിൽ വെച്ച് അഗ്രാസനത്തിൽ കയറിയിരിക്കാനും അഗ്രപൂജ സ്വീകരിക്കാനും? ബുദ്ധിശാലികളായ മഹാരാജാക്കന്മാരെ, തപോധനന്മാരായ മഹർഷിമാരെ, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കൂ. കേവലം ഒരു പശുപാലക കുടുംബത്തിൽ ജനിച്ച് കാലികളെ മേച്ച് നടന്ന് ഗോപികമാരുടെ പിന്നാലെ നടന്നും കുളക്കടവിൽ അവരുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ചും സ്വയംവര പന്തലുകളിൽ നിന്ന് കന്യകമാരെ തട്ടിക്കൊണ്ടുപോയും ജീവിച്ചു പോന്ന ഈ യാദവ ചക്കന് അഗ്രാസനത്തിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഭീരുവും കള്ളനുമായ ഇവൻ ജരാസന്ധനെ പേടിച്ച് നാടുവിട്ടോടി കടലിൽ നഗരമുണ്ടാക്കി വാഴുന്ന മാന്യനാണ്. അമ്മാവനെ ചതിച്ചു കൊന്ന മഹത്വവും ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഈ ദുഷ്ടനായ കൃഷ്ണന് മാത്രമുള്ളതാണല്ലോ. ഇങ്ങനെയുള്ള ഈ നീചനെ അഗ്രപൂജ നടത്തുന്നത് തെറ്റും പാപവുമാണ്. ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല. ശിശുപാലൻ പറഞ്ഞു നിർത്തിയപ്പോൾ സദസ്സിൽ നിശബ്ദത പരന്നു. കൃഷ്ണൻ വളരെ ശാന്തനായി കാണപ്പെട്ടു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. സഭാവാസികൾ കാതുപൊത്തി പുറത്തേക്ക് പോയി. പാണ്ഡവർ ആകെ ഭയന്നു. അർജുനൻ ശിശുപാലന്റെ നേരെ പാഞ്ഞെടുക്കാൻ വേണ്ടി ഭീമൻ ഗദ ഉയർത്തി. ശിശുപാലനെ ആക്രമിക്കാൻ തയ്യാറെടുത്തു. എന്നാൽ കൃഷ്ണൻ എല്ലാവരെയും ആംഗ്യം കൊണ്ട് നിയന്ത്രിച്ചു. എന്നിട്ട് ശാന്തമായി തിലയുടെ എന്തോ ആലോചനയിലാണ്ടു. അതിനിടെ ഭീഷ്മർ ഭീമനോട് പറഞ്ഞു, ഭീമ, നീ വിഷമിക്കേണ്ട. കൃഷ്ണൻ തന്നെ ശിശുപാലനെ വകവരുത്തിക്കൊള്ളും. ശിശുപാലൻ കൃഷ്ണാൽ തന്നെ കൊല്ലപ്പെടുമെന്നാണ് ദൈവവിധി. ശിശുപാലന്റെ ജനനസമയത്ത് ഇങ്ങനെ ഒരു അശരീരി ഉണ്ടായിട്ടുണ്ട്. ആ അശരീരി കേട്ടിട്ട് അമ്മ വളരെ വിഷമിക്കുകയും മകനെ രക്ഷിക്കാനായി ഒരു വരം നേടുകയും ഉണ്ടായി. അതായത് ശിശുപാലനിൽ നിന്നുള്ള 100 നിന്ദകൾ ക്ഷമിച്ചുകൊള്ളാമെന്നും അതിലധികമായാൽ ശിശുപാലൻ വധിക്കപ്പെടുമെന്നുമായിരുന്നു അമ്മയ്ക്ക് ലഭിച്ച ഉറപ്പ്. എന്തായാലും തൻ്റെ മകൻ 100 പ്രാവശ്യം ദൈവനിന്ദ നടത്താനിടയില്ലെന്നും അതിനാൽ തൻ്റെ മകന് കൃഷ്ണനിൽ നിന്ന് ജീവഹാനി ഉണ്ടാവില്ലെന്നും അമ്മ സമാധാനിച്ചു. പക്ഷേ ശിശുപാലൻ 100 പ്രാവശ്യമോ 200 പ്രാവശ്യമോ അല്ല ഈശ്വരനിന്ദ നടത്തിയിരിക്കുന്നത്. ക്ഷമിക്കാവുന്നതിലും വളരെ അധികമായിരിക്കുന്നു. കൃഷ്ണന് ഇനിയും വൈകാതെ ശിശുപാലനെ കൊന്നേ മതിയാവൂ. ഭീഷ്മർ ഭീമനോട് ശിശുപാലന്റെ കഥ വിവരിക്കുമ്പോൾ തന്നെ കൃഷ്ണൻ ആലോചനയിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ മുഖഭാവം മാറിയിരുന്നു. കൃഷ്ണൻ ശിശുപാലന്റെ മുഖത്ത് തർപ്പിച്ചു നോക്കി. അപ്പോഴേക്കും ശിശുപാലൻ കൃഷ്ണനെ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല. കൃഷ്ണൻ കൈ ഉയർത്തി കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം മിന്നൽ വേഗത്തിൽ കൃഷ്ണന്റെ കയ്യിൽ ചുറ്റിക്കറങ്ങി. സുദർശനചക്രം ശിശുപാലന്റെ കഴുത്ത് ലക്ഷ്യമാക്കി പാഞ്ഞു. ഒരു നിമിഷം എല്ലാം കഴിഞ്ഞു. ശിശുപാലന്റെ തല തറയിൽ ഉരുണ്ടു. നാരദമുനിയും വ്യാസനും ശിശുപാലന്റെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യ തേജസ് ഉയരുന്നത് കണ്ടു. അത് കൃഷ്ണന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും ക്രമേണ കൃഷ്ണനിൽ തന്നെ ലയിക്കുകയും ചെയ്തു. വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരിൽ ഒരാളായിരുന്ന ജയന്റെ 3ാം ജന്മമായിരുന്നു ശിശുപാലൻ. യുഗങ്ങൾക്ക് മുമ്പ് സനൽകുമാരന്മാരുടെ ശാപം മൂലമാണ് ജയന് 3 മനുഷ്യജന്മം വേണ്ടി വന്നത്. 3ാം ജന്മത്തിൽ കൃഷ്ണനാൽ വധിക്കപ്പെട്ടതോടെ ജയന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. എല്ലാം ശാന്തമായി അഗ്രപൂജ വിദ്യാവണ്ണം നിർവഹിക്കപ്പെട്ടു. അതിനുശേഷം യുധിഷ്ഠിരൻ ബ്രാഹ്മണർക്ക് ദാനം നടത്തി. അവഭൃത സ്നാനത്തോടെ 34 മാസം നീണ്ടുനിന്ന രാജസൂയം മംഗളമായി പര്യവസാനിച്ചു. മഹർഷിവര്യരും ഗുരുജനങ്ങളും രാജാക്കന്മാരും യുധിഷ്ഠിരനെ അനുമോദിച്ചു. അവരുടെ അഭിനന്ദനത്തിന് യുധിഷ്ഠിരൻ വിനയപൂർവ്വം നന്ദി പറഞ്ഞു. യാഗത്തിൽ പങ്കെടുക്കാനെത്തിയവർ ഓരോരുത്തരായി മടങ്ങി. കൃഷ്ണൻ കുറച്ചു ദിവസം കൂടി യുധിഷ്ഠിരനോടൊപ്പം ചിലവഴിച്ചതിനു ശേഷം ദ്വാരകയിലേക്ക് മടങ്ങാമെന്ന് കരുതി ഭാര്യമാരെയും മക്കളെയും ദ്വാരകയിലേക്ക് അയച്ചു. യാഗത്തിൽ പങ്കെടുത്ത ദുര്യോധനനും കൂട്ടരും യുധിഷ്ഠിരനെ നേരിൽ കണ്ട് അഭിനന്ദിച്ചു. എങ്കിലും അവരുടെ ഉള്ളിൽ അസൂയ നിറക്കുകയുണ്ടായിരുന്നു. പാണ്ഡവർ ഇതെങ്ങനെയാണ് ഇത്രയൊക്കെ സാധിച്ചതെന്നായിരുന്നു അവരുടെ ചിന്ത. ഇതുപോലൊരു യാഗം തങ്ങൾക്ക് നടത്താനായില്ലല്ലോ എന്നോർത്തും അവർക്ക് വിഷമം തോന്നാതിരുന്നില്ല. എങ്കിലും അതൊന്നും പുറത്തു കാട്ടിയില്ല. യുധിഷ്ഠിരനെയും സഹോദരന്മാരെയും കണ്ട് യാത്ര പറയാൻ പുറപ്പെടുമ്പോൾ ദുര്യോധനന് ഒരാഗ്രഹം തോന്നി. പാണ്ഡവർക്ക് മയദാനവൻ പണിതുകൊടുത്ത സഭാമന്ദിരത്തെക്കുറിച്ച് ഏറെ കേട്ടിട്ടുള്ളതല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണണമെന്നുള്ള ദുര്യോധനന്റെ ആഗ്രഹം അറിഞ്ഞ യുധിഷ്ഠിരൻ സഭാമന്ദിരം കാണിച്ചു കൊടുക്കാനായി അവരെ അങ്ങോട്ട് കൊണ്ടുപോയി. മന്ദിരത്തിന്റെ
അസാമാന്യമായ ശില്പകലാ ഭംഗി കണ്ട് ദുര്യോധനനും കൂട്ടരും സ്തബ്ധരായി. ഇങ്ങനെയും ഒരു മണിമന്ദിരമോ? അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവർ പതുക്കെ മന്ദിരത്തിനുള്ളിലേക്ക് കടന്നു. എന്തൊരത്ഭുതം! സ്ഫടികം പോലെയുള്ള തറ ചുവരുകളിൽ മുഖം പ്രതിബിംബിക്കുന്നു. എന്തൊരു മിനുസം! ദുര്യോധനൻ കാഴ്ചകൾ കണ്ടു മുന്നോട്ട് നടന്നു. അതാ മുന്നിൽ ഒരു ജലാശയം. ദുര്യോധനൻ തൻ്റെ പട്ടുടയാട നനയാതിരിക്കാനായി മുകളിലേക്ക് അല്പം ചെറുത്തു കയറ്റി. എന്നിട്ട് പതുക്കെ പതുക്കെ ചുവടുകൾ വെച്ചു. ഇതെന്തൊരു കഥ! നനയൊന്നുമില്ലല്ലോ, വെള്ളമല്ലേ ഇത്? അപ്പോഴാണ് ദുര്യോധനന് തനിക്ക് പറ്റിയ അമളി മനസ്സിലായത്. സ്ഫടികം പോലെ മിനുത്ത തറ കണ്ടിട്ട് അതിനെ ജലാശയമെന്ന് തെറ്റിദ്ധരിച്ചാണ് ദുര്യോധനൻ വസ്ത്രം തെറുത്തു കയറ്റിയത്. ദുര്യോധനൻ തനിക്ക് പറ്റിയ അമളി ആരെങ്കിലും കണ്ടുവോ എന്ന് നോക്കുമ്പോൾ 4 ഭാഗത്തു നിന്നും അടക്കിപ്പിടിച്ച ചിരി കേൾക്കായി. ചിരി കേട്ട് യുധിഷ്ഠിരൻ അവരെ താക്കീത് ചെയ്തു, ശാസിച്ചു. അതൊന്നും കേൾക്കാതെ മട്ടിൽ ദുര്യോധനൻ വീണ്ടും മുന്നോട്ട് പോയി. അതാ അവിടെയും ആദ്യത്തെ പോലെ തന്നെ ഒരു ജലാശയം. ദുര്യോധനൻ ഒട്ടും കൂസാതെ മുന്നോട്ട് നടന്നു. യഥാർത്ഥത്തിൽ അതൊരു ജലാശയമായിരുന്നു. അതിനാൽ ദുര്യോധനൻ ആകെ നനഞ്ഞു. ഇത് കണ്ട് ഭീമനും പാഞ്ചാലിയും ചിരിച്ചുപോയി. ഒപ്പം കൂടെ നിന്നവരും. യുധിഷ്ഠിരൻ ഭീമനെ ദേഷ്യത്തോടെ നോക്കി. ഭീമൻ പെട്ടെന്ന് ചിരി നിർത്തി. ദുര്യോധനന്റെ നനഞ്ഞ വേഷം മാറ്റാനും മറ്റും യുധിഷ്ഠിരൻ ഏർപ്പാട് ചെയ്തു. ഈ സംഭവത്തിൽ യുധിഷ്ഠിരൻ ദുര്യോധനനോട് ക്ഷമ ചോദിച്ചു. പക്ഷേ ദുര്യോധനന് പാണ്ഡവരോടുള്ള പകയും ദേഷ്യവും 10 മടങ്ങ് വർദ്ധിക്കാൻ ഈ സംഭവം കാരണമായി. ഹരേ കൃഷ്ണ.